ഹായ് സുഹൃത്തുക്കളെ, യൂട്യൂബിൽ ഒരു സ്റ്റോറി കണ്ടിരുന്നു. ഒരു പരുന്ത് പാമ്പിനെ പിടിച്ചുകൊണ്ട് പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പാമ്പിൻ്റെ വായുന്ന വിഷം താഴേക്ക് വീഴുകയും ആ വിഷം അന്നദാനത്തിനായി വെച്ച ഭക്ഷണത്തിൽ വീഴുകയും ആ ഭക്ഷണം കഴിച്ച ആൾക്കാരെല്ലാം മരിക്കുകയും ചെയ്തു. അപ്പോൾ ചിത്രഗുപ്തൻ യമധർമ്മനോട് ചോദിച്ചതാണ്, ഈ ഒരു പാവം നടന്നതിന് പാവത്തിൻ്റെ കണക്ക് ആരുടെ മേലെയാണ് എഴുതേണ്ടത്? പരുന്തിൻ്റെ മേലെയാണോ എഴുതേണ്ടത്? പാമ്പിൻ്റെ മേലെയാണോ എഴുതേണ്ടത്? ഇല്ല ആ അന്നദാനം ചെയ്ത രാജാവിൻ്റെ മേലെയാണോ എഴുതേണ്ടത് എന്ന് യമധർമ്മനോട് ചോദിച്ചു. അപ്പോൾ യമധർമ്മരാജൻ ഇത് അങ്ങനെ പെൻഡിങ്ങിൽ വയ്ക്കൂ, നമുക്ക് അത് പിന്നീട് അതിന് ജഡ്ജ്മെൻറ്റ് ചെയ്യാമെന്ന് പറയുകയും കുറേ കാലങ്ങൾ കഴിഞ്ഞ് രണ്ടുപേര് രാജാവിൻ്റെ അന്നസത്രം തേടി വരുന്ന സമയത്ത് വഴിയറിയാതെ അവിടെ കണ്ടിരുന്ന ഒരു മുത്തശ്ശിയോട് വഴി ചോദിച്ചപ്പോൾ രണ്ടുപേരോടായിട്ട് ആ മുത്തശ്ശി പറഞ്ഞു, ഓ രാജാവിൻ്റെ അന്നസത്രം തേടി പോവുകയാണോ? നോക്കി ഭക്ഷണം കഴിച്ചോളൂ, അവിടെ കുറേ പേര് ഭക്ഷണം കഴിച്ച് ഭക്ഷണത്തിൽ വിഷമുണ്ടായിട്ട് കുറേ പേര് മരിച്ചതാണ്, അപ്പോൾ നോക്കി കഴിച്ചോളൂ എന്ന് പറയുകയും അത് പറയുന്നത് അവിടെയുള്ളവർ ആൾക്കാരെല്ലാം കേട്ട് ഗോസിപ്പ് പോലെ എല്ലായിടത്തും പ്രചരിക്കുകയും എല്ലാം ചെയ്യുകയും ചെയ്തു. ഇത് കണ്ട യമധർമ്മരാജൻ ചിത്രഗുപ്തനോട് പറഞ്ഞു, നമ്മൾ അന്ന് പെൻഡിങ് വെച്ച ആ കേസ് ഉണ്ടല്ലോ, അതിൻ്റെ പാവക്കണക്കെല്ലാം ഈ വയസ്സായ മുത്തശ്ശിയുടെ മേലെ ഇട്ടുള്ളൂ. കാരണം ആ നടന്ന കാര്യത്തെ വീണ്ടും ഓർമ്മപ്പെടുത്തി ഗോസിപ്പ് ചെയ്തതിന് അതിന് ശിക്ഷയായിട്ട് ആ പാവത്തിൻ്റെ കണക്ക് ആ മുത്തശ്ശിയുടെ കണക്കിൽ എഴുതിക്കോളൂ എന്ന് പറയുകയും ചെയ്തു. അങ്ങനെയാണ് കഥ അവസാനിപ്പിച്ചിട്ടുണ്ടാകുക. ഇപ്പോൾ ഈ ഗോസിപ്പ് ചെയ്യുന്ന ആൾക്കാർക്കുള്ള ശിക്ഷയായിട്ടാണ് ഇന്നത്തെ ട്രെൻഡിൽ വരുന്നത്. തീർച്ചയായിട്ടും ഒരു നല്ല കാര്യമാണത്, നല്ല മെസ്സേജാണ്. യഥാർത്ഥത്തിൽ നീതിശാസ്ത്രങ്ങളിൽ പറയുന്നത് പ്രജകൾ ചെയ്യുന്ന പാവത്തിൻ്റെ കണക്കും അതേപോലെ തന്നെ കൂട്ടായിട്ട് നടക്കുന്ന കണക്കിൽ പെടാത്ത പല പാവങ്ങളുടെ കണക്കും നാട്ടിൽ നടക്കുന്ന അനിശ്ചിത സംഭവങ്ങളുടെ പാവത്തിൻ്റെ കണക്കുമെല്ലാം രാജാവിന് പോയി ചേരുകയാണ് ചെയ്യുക എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. രാജ്യത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നിയന്ത്രണം കൽപ്പിക്കാനും ശിക്ഷ വിധിക്കാനും അധികാരമുള്ളത്, അവകാശമുള്ളത് രാജാവിനാണ്. രാജാവ് ദൈവതുല്യനാണ്. അതുകൊണ്ടാണ് എല്ലാ പാവവും രാജാവിന് വന്നു ചേരുന്നത്. ഇന്നത്തെ കാലത്ത് നമ്മൾക്ക് തടുക്കാൻ കഴിയുന്നതും പരിഹരിക്കാൻ കഴിയുന്നതുമായ പ്രശ്നങ്ങൾ നടക്കുകയും ആ പ്രശ്നങ്ങളെ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുകയും നമ്മുടെ സ്വന്തം കാര്യം മാത്രം നോക്കുകയും അതുമൂലം ഒരു പാവം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ അത് പരിഹരിക്കാനുള്ള നേതൃത്വ സ്ഥാനവും നമ്മൾക്കുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന പാവത്തിൻ്റെ കണക്ക് നമ്മിലാണ് വന്നു ചേരുക എന്നാണ് നീതിശാസ്ത്രത്തിൽ പറയുന്നത്. ഓക്കെ, താങ്ക് യു.